Hey my angels, and I'm Aishwarya and welcome to our channel Blush with Ash and welcome to yet another day in my life. അപ്പോൾ പിങ്ക് ചേച്ചി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫാണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞങ്ങളധികം വളരെയധികം എക്സൈറ്റഡ് ആണ്. കുറേ ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട് അന്ന് ചേച്ചിയുള്ള ഡേ ഇൻ മൈ ലൈഫ് വേണം പിങ്ക് ചേച്ചിയുടെ കുറേ വ്ളോഗ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യാണ്ടിരിക്കുമോ? എന്തായാലും കുറേ കുട്ടി കുട്ടി ഷോർട്സുകളാണെങ്കിലും വ്ളോഗുകളാണെങ്കിലും ഒക്കെ നമ്മൾ എന്തായാലും ചെയ്യും. അതിന് തന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം ഇന്ന് വന്നിട്ട് 28th ആണ്, മാർച്ച് 28th ഓഫ് മാർച്ചാണ്. ഫൈനലി സ്കൂൾ ഹോളിഡേ സ്റ്റാർട്ട് ചെയ്തു. ഉണ്ണിക്കുട്ടിക്ക് സ്കൂൾ പൂട്ടി ഇന്നലത്തോടെ. നമുക്ക് തന്നെ കുറേ ആശ്വാസമായി. ഇവർ വന്നതിന് ശേഷം 2 പരീക്ഷ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവന് നമുക്ക് കഷ്ടം തോന്നും. നമ്മളിങ്ങനെ എൻജോയ് ചെയ്യുമ്പോൾ വർത്താനം പറയലും ബഹളത്തിൻ്റെ ഇടയിൽ പാവത്തിൻ്റെ ഇടയ്ക്ക് പിടിച്ചെഴുതി പഠിപ്പിക്കുമ്പോൾ നമുക്ക് കഷ്ടം തോന്നുമല്ലോ. അപ്പം അങ്ങനെ അവൻ്റെ പരീക്ഷ കഴിഞ്ഞു. ഒഫീഷ്യലി വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി എന്തോ ഏപ്രിൽ 10 ഓപ്പൺ ഹൗസ് ഉണ്ട്. അല്ലാണ്ട് അതിൻ്റെ ഇടയിൽ 1-2 ആഴ്ചത്തേക്ക് സ്കൂൾ തുറക്കുന്ന പരിപാടിയൊന്നും ഇവരുടെ സ്കൂളിലില്ല. ഇനി സ്ട്രേറ്റ് നമുക്ക് ജൂണിലെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഞാൻ രാവിലെ സൂമ്പിക്ക് പോകണം. ഞാൻ ഏർലി മോർണിംഗ് ആണ് ഇപ്പോൾ ജിമ്മിൽ പോകുന്നത്. മറ്റേത് ഉണ്ണിക്കുട്ടിയുടെ സ്കൂളിൻ്റെ ആ ടൈമിലല്ലേ പോകുന്നത്. 7:45 അവനെ കയറ്റി വിട്ടിട്ട് അങ്ങനെ പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ 6:45 പോകും. അപ്പോൾ നേരത്തെ പോയിട്ട് നേരത്തെ വരാമല്ലോ, ഇവരൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അവിടെ കഴിക്കും, ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ച് കഴിക്കാൻ അങ്ങനെ കുറേ ബെനിഫിറ്റുകളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ എണീക്കും, 6:10 എണീക്കും. എന്നിട്ട് ഞാൻ 6:45 ജിമ്മിൽ പോയിട്ട് വരും. അപ്പോൾ ഇപ്പോൾ എനിക്ക് ചൂടാവും, എനിക്കറിയില്ല. എനിക്ക് ഞാൻ വെക്കേഷൻ സമയത്തും ചൂട് കൂടുമ്പോൾ വെയിറ്റ് ട്രെയിനിങ്ങിനേക്കാളും കൂടുതൽ സൂംബയ്ക്കാണ് എനിക്കിഷ്ടം. പിന്നെ സൂംബയാണ് നമുക്ക് വെക്കേഷൻ സമയത്ത് വലിയ പ്രശ്നമില്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമുക്ക് നേരത്തെ പോകാം, കുഴപ്പമില്ലല്ലോ. പിന്നെ വേണമെങ്കിൽ കുറച്ച് വേറെ എക്സസൈസസ് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനത്തെ ഒരു പ്ലസ് പോയിന്റ് ഉള്ളതുകൊണ്ട് ഞാൻ സൂംബയ്ക്കാണ് കൂടുതൽ പോകാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്കൂൾ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലപ്പോഴും അല്ലേ സൂംബയ്ക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ സൂംബയ്ക്കാണ് പോകുന്നത്. പിന്നെ കുറച്ച് വർക്കൗട്ട് ചെയ്തിട്ട് വരും കേട്ടോ. ചിലപ്പോൾ ഇച്ചിരി വർക്കൗട്ട് ചെയ്തിട്ട് വരും. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് എൻ്റെ വർക്കൗട്ട് ഡ്രസ്സൊക്കെ ഇട്ട് സ്കിൻ കെയറും സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി എനിക്ക് എൻ്റെ ഓട്സ് ആണെന്ന് പ്രീ വർക്കൗട്ട് മീൽ, അത് കഴിച്ചാൽ മതി. എല്ലാവരും ഉറക്കാണ്. പിന്നെ ഞാനും വരും, കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ നമുക്ക് വഴി അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പം ഞാൻ വേഗം എൻ്റെ പ്രീ വർക്കൗട്ട് മീൽ കഴിച്ചിട്ട് വേഗം ഇന്ന് സ്മൂതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻട്രസ്റ്റിൽ ഞാൻ വേഗം പോയിട്ട് പഴം നോക്കിയപ്പോൾ ചൂട് കാരണം പഴം ചീഞ്ഞു പോയി. അത് ഭയങ്കര കൊളകൊളാന്നായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് ഓട്സ് ഉണ്ടാക്കിട്ടോ പെട്ടെന്ന്. പിങ്ക് ചേച്ചിയൊക്കെ വന്നതുകൊണ്ട് ഞാനും ഏട്ടനും വാവയും കൂടി ഇവിടെ ഉണ്ട് കിടക്കുന്നത്. അവർ റൂമിൽ നമ്മുടെ അടുത്ത് പറഞ്ഞു കുറേ പ്രാവശ്യം അതിൻ്റെ അകത്ത് കിടന്നോളാൻ. പാവങ്കിര ഹാളിൽ കിടക്കണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് പിങ്ക് ചേച്ചിക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ ഞാൻ അങ്ങനെ വേണ്ട, യു ഗൈസ് ബി കംഫർട്ടബിൾ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങളിവിടെ വെച്ച് ഞാൻ TV ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ 3 പേര് കൂടെ നടക്കും. പിന്നെ വാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്ന് കിടക്കാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഇടയ്ക്ക് ക്രിക്കറ്റൊക്കെ ഉള്ള സമയത്ത് കിരൺ ഇവിടെ കിടക്കാറുണ്ട്. അല്ലെങ്കിൽ അപ്പോൾ ഞാൻ വരുമ്പോൾ കിരണോട് കിടക്കണം. ഇപ്പോൾ കിരണിൻ്റെ സ്ഥലമാണ് സത്യം പറഞ്ഞത്. അപ്പോൾ എന്നിട്ടാണ് അപ്പോൾ കിരൺ കൊണ്ട് ബെഡ് ഇടുമ്പോൾ തന്നെ വാവ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിൻ്റെ അടുത്ത് തുള്ളിച്ചാടുക, കളിക്കുക, അങ്ങനത്തെ ഭയങ്കര ഇൻട്രസ്റ്റാണ് അവ പരിപാടിക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ സ്ഥിരം 2-3 ഈ ആഴ്ച മുഴുവനായിട്ട് ഇവിടെ കിടക്കണോണ്ട് പുള്ളിക്കാരി ഭയങ്കര സന്തോഷമാണ് ഇവിടെ കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ അമ്മനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. അവൾക്ക് രാത്രിയാകുമ്പോൾ ബെഡ് വിരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഇവിടെ കിടക്കണമുണ്ട്. അപ്പോൾ അവർ റൂമിലാണ്, നമ്മുടെ റൂമിലാണ് കിടക്കുന്നത്. ഞങ്ങളുടെ കിടക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടോ കിടന്നത്, നല്ല രസത്തോടെ കിടക്കാൻ. പിന്നെ അമ്മയും ഉണ്ണിക്കുട്ടി കൂടി റൂമിൽ. അപ്പോൾ എന്താ അത്രേ ഉള്ളൂ. കമ്മലൊന്നും കാണാനില്ലെന്ന് ഇവിടെ പോയി വന്നോ. പിന്നെ സ്റ്റഡുകളൊന്നും തന്നെ കാണാനില്ല. ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പിന്നെ ഞാൻ ഇന്നലെ എൻ്റെ മുടി ഓവർ നൈറ്റ് കേൾസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ കേളിങ് റോഡ് വെച്ചിട്ട്. പക്ഷേ നമുക്ക് പുറത്തൊക്കെ പോകാനുണ്ട്. ബിക്കോസ് നമ്മൾ ഇന്ന് എമ്പുരാന് പോവാണ് കേട്ടോ. സെക്കൻഡ് ഡേ, ഫസ്റ്റ് ഡേ നമുക്ക് ടിക്കറ്റ് കിട്ടിയതായിരുന്നു. ടിക്കറ്റ് എടുക്കാമായിരുന്നു. പക്ഷേ ഉണ്ണിക്കുട്ടിക്ക് ഇന്നലെ പരീക്ഷ തീർന്ന് നമ്മൾ ആ ഷോ ടൈമിനുള്ളിൽ എത്തുമെന്നത്ര ഉറപ്പില്ലാത്തത് കൊണ്ട് നമ്മളെടുത്തില്ല ടിക്കറ്റ്. നിങ്ങൾക്ക് ഇന്നലെയൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാമൊന്നും നോക്കാണ്ട് എനിക്ക് കടിച്ചു പിടിച്ച് ജീവിക്കുകയായിരുന്നു ഇന്നലെ മുഴുവനും. എന്തൊരു കഷ്ടം നോക്കി. അപ്പോൾ ടിക്കറ്റ് ഉണ്ടായിട്ടും എടുക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ കുറച്ച് കഷ്ടമല്ലേ. അപ്പോൾ അങ്ങനെ പക്ഷേ നമ്മൾ പരീക്ഷ എന്തൊരു കഷ്ടം നോക്കി. ആ സമയം കൊണ്ട് ഞങ്ങൾ പറയുന്നത് എന്തിനാണ് സ്കൂളുകാരൊക്കെ കൊണ്ട് അവിടെ ആ ദിവസം കൊണ്ട് പരീക്ഷ വെച്ചേക്കണം തന്നെ പറയുന്നത്. അപ്പോൾ അങ്ങനെ അവൻ എന്താ പറയുക. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 20th കാണാൻ ബുക്ക് ചെയ്തേക്കുന്നത്. സോ നമ്മൾ നിമ്പരാണ്ട് പോകണം. അപ്പോൾ മൊത്തത്തിൽ കുറച്ച് സെറ്റപ്പായിട്ട് പോയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇന്നലെ രാത്രി ആക്കങ്ങളും റോഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ രാവിലെ അഴിച്ചു. ഇത് പോകില്ല കേട്ടോ. ഞാൻ ജിമ്മിൽ പോയിട്ട് ഞാൻ 2 ദിവസം മുന്നേ ഇങ്ങനെ ചെയ്തിട്ട് ജിമ്മിൽ പോയി വന്നോ, പിറ്റേ ദിവസം ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മുടിയൊക്കെ ചീവി. ഇന്നലെ ഫുള്ളും അതുവഴി നടന്നിട്ട് ഒന്നും പോയില്ല. പിന്നെ ഇന്നലെ ഉച്ചയ്ക്ക് കുളിച്ചപ്പോഴാണ് അത് പോയത്. അപ്പോൾ അത് ഭയങ്കര ലാസ്റ്റ് 2 ദിവസം നമ്മുടെ ഹീറ്റിംഗ് റോഡിനേക്കാളും ഡ്യൂറബിലിറ്റി ഉണ്ട് ഈ ലോഞ്ചിവിറ്റി ഉണ്ട് ഈ സാധനത്തിൽ. അപ്പോൾ പിന്നെ നമുക്ക് ഡാമേജും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ പുറത്തൊക്കെ പോകാനുള്ളതുകൊണ്ട് മുടിയൊക്കെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് പോവാം. എന്താ വൈകു ഇനിയിപ്പോൾ നമുക്ക് വേഗം തന്നെ സൂമിക്കുക. ലെറ്റ്സ് ഗോ. നമ്മൾ അങ്ങനെ ജിമ്മിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്താ, ഇനി പോകണം, കുറച്ച് തുള്ളണം, വരണം. അതാണ് ഇനിയുള്ള പരിപാടി. ഉറക്കം വരണം. നമ്മൾ കിടന്നത്തേക്കും കുറച്ച് ലേറ്റായി. ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചു. പിന്നെ കുറേ നേരം വർത്താനം. ഇപ്പം പിന്നെ ചേച്ചിട്ട് സ്ഥിരം വർത്താനം പറയുമായിരിക്കുമല്ലോ. അപ്പോൾ വർത്താനം വന്നു കഴിഞ്ഞ് കിടന്നപ്പോഴത്തേക്കും ഏകദേശം 11:45. അതുകൊണ്ട് ഇപ്പോൾ 6 മണിക്ക് എണീക്കണ്ടേ, ക്ഷീണം. നമ്മളുടെ ഗംഭീര സൂമ്പ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ഇതിൻ്റെ ഉള്ളിലോട്ടൊന്നും വീഡിയോ ഒന്നും കയറ്റാൻ പാടില്ല നമ്മുടെ ഫോണൊന്നും. അപ്പോൾ സൂമ്പ കഴിഞ്ഞു. നമുക്കിന്ന് പിള്ളേർക്ക് കുറച്ച് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോകണം ബ്രേക്ക്ഫാസ്റ്റിനായിട്ട്. അപ്പോൾ കുറച്ച് ബ്രോക്കലി, ക്രീം ചീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോകണം. നമ്മളിതിൻ്റെ അടിയിലുള്ള സ്ഥലത്താണ് കയറുന്നത്. സോ നമുക്ക് പോയി വാങ്ങിയിട്ടുണ്ട്. ഞാൻ പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടല്ലോ, കവർ എടുക്കാൻ വേണ്ടി മറന്നു പോയതേ. അതായത് ഞാൻ വണ്ടിക്കകത്തും എൻ്റെ ജിം ബാഗിൻ്റെ അകത്ത് ഒരു പച്ചക്കറീൻ്റെ കവറ് വെക്കണതാണ്. എനിക്കൊണ്ട് 2 പ്രാവശ്യമായിട്ട് പച്ചക്കറി വാങ്ങിച്ചിട്ട് ആ കവറൊക്കെ ഞാൻ തിരിച്ച് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി മറന്നുപോയി. അതുകൊണ്ട് എന്ത് പറ്റി, ബാഗിൻ്റെ അകത്തും ഡിക്കിക്കകത്തൊക്കെ നിറച്ച് പച്ചക്കറിയാണ്. ഒരു കണക്ക് ഞാൻ പുറത്ത് വണ്ടിക്കകത്ത് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ്, പക്ഷേ വണ്ടിക്കകത്തില്ല. സോ ഒരു കണക്കിന് ബാഗും ഡിക്കിയും ഒക്കെ നിറച്ചതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഹലോ എവ്രിബഡി. അനുമോളെ ഹലോ. പിന്നെ ഞാൻ പീഡന കേസിനെ പ്രതി വന്നു. ഒറ്റ വ്ളോഗിൽ പോകാൻ കാണിക്കൂല കേട്ടോ, നീ ശരിയാ. ഒരു പീഡന കേസിൽ പ്രതി ഞാൻ രാവിലെ വ്ളോഗിൽ കിട്ടൂല്ലോ. പല്ല് തേച്ചില്ലെന്ന് എടുത്ത് പറഞ്ഞതിന് ശേഷം പല്ല് തേച്ചു എന്ന് പറയുന്നത് എനിക്ക് എന്തോ ഒരു സംശയാസ്പദമായിട്ടുള്ള ഒരു സാഹചര്യമാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അനു എപ്പോ എത്തിയടാ നീ? രാവിലെ എത്തിക്കാൻ. ഓ കുളിയൊക്കെ കഴിഞ്ഞല്ലേ നീ? അമ്മോ അതെ, അവള് തിരിച്ചു വന്നു. അവൾക്ക് വീട് കിട്ടി കേട്ടാ. അതെ അതെ, വീട് കിട്ടി. നമ്മുടെ വീടിന്റെ അടുത്താണ്, ഭയങ്കര ക്ലോസ് അല്ല, എന്നാലും അടുത്താണ്. നമ്മളുടെ ഈ ഒരു കുറച്ചും കൂടി ക്ലോസ്. പണ്ടുണ്ടായിരുന്ന വീടിനേക്കാളും അടുത്താണ്, ഒരു 1.5 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അത് തന്നെ പട്ടിയും നടന്നു പോകാൻ പറ്റില്ല. നടന്നു പോകാൻ ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡാണ്. അപ്പൊ ഞാനിവിടെ എത്തി. എന്റെ ബാഗിൽ കുറെ പച്ചക്കറികളും സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് അതൊക്കെ ഞാൻ കൊണ്ട് വെച്ചു. ഈ പിള്ളേർക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രോക്കലി ചൂടാക്കാൻ വേണ്ടി വെച്ചു. ഏട്ടൻ ചെമ്മീനൊക്കെ വന്നു കുളിക്കാൻ കയറി. ഞാൻ ഇനി അതൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടേ കുളിക്കുള്ളൂ. എനിക്ക് മുടിയൊക്കെ ഒന്ന്, ഞാൻ തല കുളിക്കൂല, ബിക്കോസ് ഞാൻ കഷ്ടപ്പെട്ട് കേൾ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചാണ്. പക്ഷെ സൂമ്പയുടെ കുത്തിമറിയല് അത് തീരുന്നു. ഇന്ന് അടിപൊളി സൂമ്പ ചെയ്തിട്ട് നല്ല സുന്ദര മറ്റേ മുത്തായിരുന്നു. മറ്റേ നൂറെന്ന് പറഞ്ഞിട്ടൊരു മാമാണ്. ആ മാം അടിപൊളി സെറ്റായിരുന്നു, പൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. ഒന്ന് ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. പക്ഷെ നമ്മളുടെ ജിമ്മും ഇവളുടെ ജിമ്മും സെയിം ആണ്, വേറെ ബ്രാഞ്ച്. അപ്പൊ അവള് ഇനി ഇങ്ങോട്ട് ട്രാൻസ്ഫർ. ഞാൻ വൈകുന്നേരം മോസ്റ്റ്ലി പോണം. വൈകുന്നേരം ഞാൻ രാവിലെ പോകും. നമുക്ക് സാറ്റർഡേ ഒന്നിച്ച് പോകണം. ജിം ബഡീസ് ആവും ഞങ്ങൾ ഫൈനലി. നിനക്ക് വരുന്നോ ഞങ്ങളോട് ജിമ്മില്? പീഡന കേസ് പ്രതി അഗ്രസീവായി ഉണ്ണിക്കുട്ടി ചായയൊക്കെ എണീറ്റ് അവരോടൊക്കെ ഇരുപട്ട് ചേർന്ന് അറിഞ്ഞിട്ടില്ല കേട്ടോ. അതൊക്കെ ഒന്ന് ഉറക്കമാണ്. എല്ലാരും ടൂ മച്ച് എക്സൈറ്റഡ് ഫോർ എംപുരാൻ. അതുകൊണ്ട് ഫോൺ തൊട്ടിട്ടില്ല സോഷ്യൽ മീഡിയ. സത്യം, ഞാൻ ഇന്നലെ ഉണ്ടല്ലോ റിവ്യൂ ഇട്ട ആൾക്കാരെ അൺഫോളോ ചെയ്ത്. ഞാൻ കുറച്ച് ടെററാണ് അത്. യൂട്യൂബിലെ റിവ്യൂ ഞാൻ എന്റെ സിനിമ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ കാണാറുള്ളൂ. ഈ ഷോർട്സ് ആയിട്ട് കുറെ ആൾക്കാർ ഇടുമല്ലോ ഇൻസ്റ്റാഗ്രാമിലും, എല്ലാത്തിനും പിടിച്ച് ഞാൻ അൺഫോളോ ചെയ്തു. ഞാൻ പറഞ്ഞാണ് പലരിടത്തും ഇടരുതെന്ന്. ഞാൻ പക്ഷെ കേൾക്കാനും പോയില്ല, പക്ഷെ എനിക്കത്ര ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. നമ്മൾ ഇന്ന് സിനിമ കാണാൻ വേണ്ടി പോകുമ്പോഴും നമ്മളൊന്നും പറയൂല്ലോ, നമ്മൾ എമ്പുരാന് പോകണു എന്ന് മാത്രമേ പറ്റിക്കാൻ വേണ്ടിട്ട് ഒന്നും പറയുന്നു പ്രതികരിക്കില്ല. ഇവിടെ ഞങ്ങൾ ചെവിയില്ല, കണ്ണില്ല, മൂക്കില്ല, നമ്മൾ ജീവിക്കണതറിയോ. ഞാനും ഏട്ടനും കൂടി ഇന്നലെ അമ്പലത്തിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പച്ചക്കറി കറിക്കും വെള്ള സവാള ഞാനിങ്ങനെ ചില വീഡിയോസിൽ ഇങ്ങനെ കുക്കിംഗ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ വെള്ള സവാള നമ്മുടെ വീട്ടിൽ ഇതോട്ട് വാങ്ങി നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ക്യൂരിയോസിറ്റിന്റെ പേരിൽ ഈ ഒരു വെള്ള സവാള വാങ്ങിച്ചു നോക്കി. ഞാൻ ഭയങ്കര വില വ്യത്യാസമൊന്നുമില്ല, വില വ്യത്യാസം ഉണ്ടെങ്കിലും ഭയങ്കര റേറ്റ് കൂടുതലൊന്നുമല്ല കേട്ടോ. അതായത് സാധാരണ സവാളയ്ക്ക് 1 കിലോന് 25 രൂപയാണ്. ഇപ്പോൾ ഇതിന് 1 കിലോന് 33 രൂപ. അപ്പൊ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു 3-4 വാങ്ങിച്ചേ. നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് സാലഡ് ഉണ്ടാക്കി കൊടുക്കാം. സാലഡ് അല്ല, ഐ മീൻ സാൻഡ്വിച്ചിന്റെ സ്റ്റഫ്.
നമ്മളുടെ സാൻഡ്വിച്ച് ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേർക്കും അനുവിനും പെങ്കുച്ചേച്ചിക്കും കൊടുത്തു. ഇനിയിപ്പോൾ ഞാനും ഏട്ടനും കൂടെ ഉള്ളു കഴിക്കാൻ. 2 മുട്ട അമ്മയെ നേരത്തെ കഴിച്ചോട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തിരിക്കുന്ന 2 സുന്ദരനായിട്ട് സാൻഡ്വിച്ച് കഴിഞ്ഞിട്ടുണ്ടോ ഈ സെറ്റായി. അത് ആയി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കിരണ അതിൻ്റെ ഇടയിൽ പോയിട്ട് വാവേനെ പല്ലേപ്പിക്കാൻ വേണ്ടി കൊണ്ടുവിടും. അത് വലിയൊരു ടാസ്ക്കാണ് ഞാൻ പല്ലേപ്പിക്കുന്നത്. അപ്പോൾ സെറ്റ് ഇരിക്കണം. അനുവിൻ്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് പാല് കാച്ചണം. ഇന്ന് വളരെ ലളിതമായ ഫംഗ്ഷനാണ്. ഞാനും അനു മാത്രമേ ഉള്ളൂ. ഇന്ന് പോയിട്ട് ലളിതമായിട്ടുള്ള പാല് കാച്ചലിന് ശേഷം ഞായറാഴ്ച അനുവിൻ്റെ വഴി വൻ പാർട്ടി അടിച്ച് പൊളിയാണ്. നമ്മൾ ഞാൻ DJ ഒക്കെയാണ് അതിനിട്ട് റെഡിൻ്റെ അടുത്ത് വീണ്ടും അപ്പൊ ഇവിടെ ഒരു വീട് വായിച്ച എന്തായിരിക്കും വന്നോ. പക്ഷെ നീ പെട്ടെന്ന് വീട് വാങ്ങട്ടെ. അതെ ഇല്ല അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ ഇനി നമുക്ക് ചായ ഉണ്ടാക്കണം. ഭയങ്കര താളർച്ച കാരണം ഇങ്ങനെ എണീക്കാൻ പറ്റാണ്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കണം കൂടെ. എന്റെ അമ്മ പറയുന്നത് ജിമ്മിൽ പോയിട്ട് ശരീരം വേദന ബുദ്ധിമുട്ടൊക്കെ ആവുമ്പോൾ പറയാം, നീയാണ് കറക്റ്റ് പൈസ കൊടുത്ത് കാശ് കൊടുത്ത് കടികളെ പെട്ടിനെ വാങ്ങുന്നു പറയുന്നത്. ഞാൻ പറയും അമ്മ അങ്ങനെ അല്ലേ, എല്ലാവർക്കും അതൊന്നും ഒരിക്കലും ഞാനും ഓർത്തില്ല. കുറെ നാളെ ജിമ്മിൽ കണ്ടിന്യൂസ്ലി പോയതിനു ശേഷം ഈ വേദനകളൊക്കെ മാറുന്നതിന് ശേഷം അങ്ങനെയൊന്നും അല്ല. ഇത് സന്തത സാഹചര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത്ര റെഗുലർ ആയിരിക്കണം. ഇതിപ്പം നമുക്ക് അതിനിടെ ബ്രേക്ക് വരുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ്. എനിവേസ് ചായ. ഹലോ, ഞാൻ കുളിച്ചതിന് ശേഷം ഞാനും അനുവും കൂടെ അനുവിന്റെ പുതിയ വീട്ടിലെത്തിയാൽ കാറ്റടിച്ചതുണ്ട്. സത്യമായി ഞങ്ങളുടെ കിഡ്നി വിറച്ചു പോയി എന്നുള്ളതാണ് സത്യം. അനുവിന് നമ്മളുടെ വീടിന്റെ അടുത്തുള്ള ഒരു ലേ ഔട്ടില് അവൾക്കൊരു പുത്തൻ ഫ്ലാറ്റ് കിട്ടി. അവളുടെ ആഗ്രഹം പോലെ. എങ്ങനെയുണ്ട് ഹോം ടൂർ? നീ എല്ലാം കാണിക്കണേ. ഓക്കെ, അനുവിന്റെ ഹോം ടൂർ ഉണ്ടോ കാണാൻ പോണത്? അതൊന്നും കാണിക്കണ്ട, അവർക്കും കാണിക്കണ്ട. ഇതാണ് അവളുടെ യെസ്, അതിനാണ് അവളെ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ്. ബിക്കോസ് അവളുടെ മുന്നത്തെ കിച്ചൺ ഭയങ്കര ചെറുതായിരുന്നു, ഭയങ്കര സ്പേഷ്യസ് കുറവായിരുന്നു. അതെ അതെ അതാണ് എടുക്കത്തനി വാങ്ങാൻ പോയതാ. പിന്നെന്താ, പിന്നെ ഇത് നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ യൂട്ടിലിറ്റി മനസ്സിലാവും. വാഷിംഗ് മെഷീൻ, ഗ്യാസ്, അതുകൊള്ളല്ല അതൊക്കെ കൊള്ളാം. അതാണ് ഞാനിപ്പോ ആലോചിച്ചത്. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം, ഇത് 1 BHK അപ്പാർട്ട്മെന്റ് ആണ്. അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ഡ്രസ്സിംഗ് യൂണിറ്റ് വരെ ഇടുന്നുണ്ടല്ലേ? ഡ്രസ്സിംഗ് യൂണിറ്റ് വരെ ഉണ്ട്. പിന്നെ കാണിച്ചേ, ഇവളുടെ മുന്നത്തെ വീട്ടില് ഇങ്ങനത്തെ ഒരൊറ്റ സെറ്റ് മാത്രം, അതായത് ഇത് ഇത്രയും മാത്രം. പക്ഷെ 4 ഉണ്ട്, മുകളിലുണ്ട് സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ. ഞാൻ ഈ വീട്ടിലേക്ക് താമസം പറ്റില്ലെന്നായിരിക്കണേ. സെറ്റ് ആയിട്ടാ നല്ല ഭംഗിയുണ്ട്. എടി ഞാൻ നമ്മുടെ സ്റ്റുഡിയോ നിന്റെ വീട്ടിൽ സ്വാപ്പ് ചെയ്താലോ? സ്വാപ്പ് ചെയ്യാം. ഇത് കൊള്ള മുറി നല്ല വലുതാ, സെറ്റാണ്. ലാപ്ടോപ്പ് ഒക്കെ അവിടെ വെക്കണം. ഇവളുടെ ഈ പെട്ടികൾ മുഴുവൻ നമുക്ക് അൺപാക്ക് ചെയ്ത് സെറ്റ് ആക്കണം. അതൊക്കെ നമ്മുടെ പണി. ഇനിയുണ്ട് കേട്ടോ. അതെ, ഒരു വീട്ടിലെ ഫുൾ സാധനങ്ങളുണ്ട്, ഫ്രിഡ്ജ് എല്ലാം. അപ്പൊ ഇന്ന് വൈകുന്നേരം നാളെ ആയിട്ട് ഫുൾ സാധനങ്ങൾ വരും, സെറ്റ് ആക്കും, ക്ലീൻ ചെയ്യും, താമസിക്കും. പൊളി നമ്മുടെ തമ്പടിക്കുന്ന സ്ഥലമാണ്. ബാത്റൂം കാണിക്കും. നല്ല ബാത്റൂമാണ്, നല്ല സുന്ദരമായ ബാത്റൂം. അതെ, നല്ല ബാത്റൂമാണ്. അപ്പൊ ഇതാണ് TV യൂണിറ്റ് ഒക്കെ ഉണ്ട് കാണാൻ സെറ്റ്. അപ്പൊ ഇതാണ് അവളുടെ ഹൗസ്. അത് നല്ല ഇനി അവള് ഡെക്കോറൊക്കെ ചെയ്ത് സെറ്റ് ആക്കി എടുക്കും. അപ്പൊ നമ്മൾ പിന്നെ കാണിച്ചു തരാം. ഇത് MG ഹോം ടൂർ. അതെ സെറ്റ് ചെയ്തിട്ട്. അതെ, പിന്നെ നമുക്ക് ഈ കുറച്ച് പെട്ടികളൊക്കെ ഇവിടെ ഉണ്ട്, അതൊക്കെ കൊടുത്തു വേണം. ഇപ്പൊ നമുക്ക് പാല് കാച്ചണം. അതൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അതെ, ശരിക്കും നാളെ ചെയ്യാൻ പാടില്ല, ബിക്കോസ് ഇതാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് നാളെ ചെയ്യാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് പാല് കാച്ചുന്നു, സാധനങ്ങൾ ഒതുക്കി വയ്ക്കുന്നു, ബാക്കി നാളെ ഇവിടെ നല്ലൊരു സെറ്റ് ചെയ്തു. സെറ്റ് സൺഡേ പാർട്ടി.
അനുവിന്റെ പാല് കാച്ചലുള്ള സിമ്പിൾ പാല് കാച്ചലുള്ള പാല് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ അടുത്ത് നിൽക്കും വീട്ടമ്മ. സൺഡേ നമ്മൾ പാർട്ടിയല്ലേ, പിന്നെ കുഴപ്പമില്ല. പിങ്കി ചേച്ചി എന്റെ അടുത്ത് ചോദിക്കണേ അതിന്റെ പാല് വെച്ചാൽ ഞാൻ സാരി കൊടുത്തു വരട്ടെ. അനുവിനെ പറഞ്ഞു അനുവിനെ 20 ഞാൻ സാരി എടുത്തു വരും. സൺഡേ അതെ, ഞാൻ സൺഡേ ഫുൾ പാർട്ടി ചെയ്തതാ. ആവട്ടെ അതെ. തൂവി പോണം. കഴിഞ്ഞാൽ ഞാൻ തൂവാനൊന്നും പറ്റില്ല തോന്നുന്നു. പൊങ്ങി വന്നപ്പോഴത്തേക്കും തൊഴുതു പിടിച്ചു നിൽക്ക്. മറ്റേ പാർട്ടിക്ക് കണ്ട് കണ്ടിരിക്കും ജനങ്ങൾ. അതുപോലെ പാർട്ടി നമ്മുടെ പാല് തൽക്കാറായിട്ട് പ്രതീക്ഷിക്കുന്നു. ആ പവർ ഓഫ് ബട്ടൺ ഉണ്ട്, അതൊന്നും അപ്പൊ തന്നെ നോക്കണേ. പറഞ്ഞ പോലെ ഇച്ചിരി കളഞ്ഞിട്ട് അപ്പത്തന്നെ ഓഫ് ചെയ്താൽ മതി. കൈ കൊട്ട എവിടെ തിരുപ്പോട്ടെ ആ മതി ഓഫ് ചെയ്തോ. നീ തുടച്ചു വൃത്തിയാക്കി നമ്മൾ പാല് തളരുന്നൊക്കെ പറയും. എനിക്കറിയില്ല തിളച്ചു പോകാന്നല്ലേ പറഞ്ഞേ. തിളച്ചു പോകണമെന്നാ പറഞ്ഞത്. പക്ഷെ പാല് വേസ്റ്റ് ചെയ്തിരുന്നുള്ള അതല്ല, നമ്മളുടെ ഇന്ത്യൻ കസ്റ്റത്തിനൊക്കെ അങ്ങനെ ഓരോ സയന്റിഫിക് റീസൺസ് ഉണ്ടാവും. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എല്ലാത്തിന്റെ പിന്നിലുള്ള സയന്റിഫിക് റീസൺ ഞാൻ പറയില്ലടാ. വെറുതെ എന്തെങ്കിലും അന്ധവിശ്വാസം അല്ല നമ്മളുടെ ഇന്ത്യൻ മിത്തോളജി അല്ല, ഐ മീൻ ബിലീഫ്സ്. അപ്പൊ അങ്ങനെ നമ്മളുടെ അനുവിന്റെ പാല് കാച്ചൽ സക്സസ്ഫുള്ളൂടെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിത് തുറക്കാം. യെസ്, അങ്ങനെ ഞങ്ങൾ പാല് കാച്ചലും പാല് കുഴിയും സാധനങ്ങൾ ഒതുക്കലും കഴിഞ്ഞിട്ടുണ്ട്. നമ്മള് ഇവിടെ ഉണ്ടായിരുന്ന, അതായത് നമ്മുടെ സ്റ്റുഡിയോയിലും അനു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമ്മളിവിടെ ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഏകദേശം കിച്ചൺ ആയിട്ടുണ്ട്. പക്ഷെ ഗ്യാസ് സ്റ്റൗ ഫ്രിഡ്ജൊക്കെ വരാനുണ്ട്, അത് വേറെ ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടിലാണ്. അപ്പൊ അത് സെറ്റ് ചെയ്യാനുണ്ട്. കുറച്ച് ബെഡ്റൂം അല്ലേ റാൻഡംലി വെച്ചിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ. ഇനിയിപ്പോ ബാക്കി വരാനുള്ള കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് സെറ്റ്. ഇനി നമ്മള് അതെ, ഇനി നമുക്ക് കളയാൻ സമയമില്ല. ഐ മീൻ കളയാൻ സമയങ്ങളല്ല, ഇവിടെ പണിയെടുക്കലേന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമ്മളിവിടെ ഇരുന്നാൽ നമ്മൾക്ക് സിനിമയ്ക്ക് പോകണ ലേറ്റ് ആവും, പിന്നീട് നമ്മൾ കേൾക്കും. അപ്പൊ അതുകൊണ്ട് അതെ, ഞങ്ങൾ 12:30 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നമ്മളൊരു കാൽക്കുലേഷൻ ഇരിക്കുമായിരുന്നു. കറക്റ്റ് 12:30 ആവുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങണം. ഇറങ്ങിയിട്ട് എനിക്ക് സ്റ്റുഡിയോട്ട് പോയിട്ട് കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. വെച്ചാൽ പിങ്ക് ചേച്ചി കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ഞാൻ അവിടെ കൊണ്ട് വെച്ചേക്കുന്നത്. അതിൻ്റെ ഉണ്ട് നല്ല ബ്ലാക്ക്. ഞങ്ങൾ ബ്ലാക്ക് തീമിലാണ് നെമ്പുരാങ്ങൾ അവിടെ പോകുന്നത്. അപ്പോൾ എന്നെ 1-2 ഡ്രസ്സ് അവിടെ പോയി എടുക്കണം. അപ്പോൾ നമുക്ക് പിന്നെ ഒന്നിട്ട് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തിരിച്ച് വീട്ടിൽ കൊണ്ട് വെക്കണം. അപ്പൊ അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. നമ്മളിവിടെ ഇറങ്ങുവാണ്. It's already time to leave this home. Let's go. Yeah. നിക്കട്ടെ, കുഞ്ഞിന് എന്താണ് ഫേസിൽ മുഴുവനും കണ്ണട ചെയ്യുന്നു? എന്താ ഇത്? എവിടെ പോണ? എമ്പുരാനെ കാണാൻ വേണ്ടി പോവാൻ മേക്കപ്പ് ഒക്കെ ഇട്ടിരിക്കുന്ന. പക്ഷെ കുളിക്കണം കേട്ടാ, വേഗം കുളിച്ചേ. ഞങ്ങൾ പോണു കുളിക്കാൻ. പോയി കുളിച്ചാലേ എമ്പുരാൻ ഇഷ്ടാവുള്ളൂ. ഒന്നുകൂടാ കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. അതെ, അതാണ് കറക്റ്റ്. മേക്കപ്പ് കൂടുതലാണോ ചേട്ടൻ ചോദിക്കുമ്പോ? സത്യം. എനിക്ക് ആ ഹലോ, ഒരു മിനിറ്റ്. ഹലോ എവറിബഡി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഹായ് കുട്ടികളെ, ഹായ് പറയാം എല്ലാവരും. ഞങ്ങളുടെ എല്ലാവരുടെ ഇരിപ്പ് കാണുമ്പോൾ തന്നെ അറിയാം ഞങ്ങൾ ബ്ലാക്ക് തീമിലാണ് അല്ലേട്ടാ. അനുവിന്റെ ഐഡിയ എന്നിട്ട് അനു ഇന്നലെ പറഞ്ഞു നമുക്കെല്ലാം കൂടി ബ്ലാക്ക് തീമിൽ എന്താ പറയാ സിനിമയ്ക്ക് പോയാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെല്ലാം കൂടി കറുത്ത തീമിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ചോദിക്കും അനു പിങ്ക് ചേച്ചി എവിടെയാണ്? അവര് നമ്മളെല്ലാം കൂടി വണ്ടിക്കകത്ത് കൊള്ളാത്തതുകൊണ്ട് അവര് ക്യാബ് എടുത്ത് അവർ ഓൾറെഡി പോയി ഫ്രണ്ടിൽ. അനുവും പിങ്ക് ചേച്ചിയും കൂടി ക്യാബിൽ പോയിട്ടുണ്ട്. നേരെ നമുക്ക് VR മോളിലാണ് ഷോ. 2:50 ഷോ ആണ്. 2:10 ആയി. പെട്ടെന്നായിരുന്നു. ഞങ്ങള് സ്റ്റുഡിയോന്ന് വരുന്നു, ഡ്രസ്സ് എടുത്തിട്ട് വരുന്നു, എന്താ പറയാ ചടപടാന്ന് റെഡി ആവുന്നു, ഒരുക്കുന്നു, കുളിപ്പിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, എല്ലാം ഒരു മായ ഒരു ഓർമ്മയില്ല എന്തൊക്കെയാ ചെയ്തത്. അത്ര ഫാസ്റ്റില് എല്ലാം പടപടയെന്ന് ചെയ്തു. അങ്ങനെ നമുക്ക് പോവാം എമ്പുരാനില്. കുട്ടികളെ നിങ്ങൾ എക്സൈറ്റഡ് ആണോ മക്കളെ? ആണോ? ചെറുതോ അല്ലേ? ചെറുതോടെ വഴക്കിട്ടിരിക്കണം എൻ്റെ കൂടെ ഇവിടെ ഇരിക്കാതെ ഒന്ന് പറയണം. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കി 2 കരച്ചിൽ കഴിഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലേ മേം. അപ്പൊ അങ്ങനെ 2-3 കരച്ചിൽ കഴിഞ്ഞിട്ടിരിക്കണം അവിടെ. അപ്പൊ നമുക്ക് ചിന്തിക്കുക. യെസ്, നമ്മളങ്ങനെ മോളിലെത്തിയിട്ട് അതിൻ്റെ ഏട്ടൻ ടിക്കറ്റുള്ള ഫോൺ എടുക്കാൻ മറന്നുപോയി. 2 ഫോൺ ഉണ്ടല്ലോ, വർക്ക് ഫോണും അല്ലാത്ത ഫോണും. അതായത് ടിക്കറ്റുള്ള ഫോൺ എടുക്കാൻ മറന്നുപോയതുകൊണ്ട്
വീണ്ടും പോയേക്കാം. അപ്പോൾ പിങ്കി ചേച്ചിയും അനുവും ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്തോട്ട് പോയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹായ് ബോയ്. ഞങ്ങളെ ഫുൾ എല്ലാരും ബ്ലാക്ക് തീമിൽ കണ്ടോളൂ. എന്താടാ എന്താടാ എന്ത് സിനിമ? ഇതാണ് എംബുലൻസ്. കൊള്ളാല്ലേ? നല്ല രസമുണ്ട് പോസ്റ്ററാണ്. ഞങ്ങൾ മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞു. റിവ്യൂ ഒന്നും പറയാത്തത് കൊണ്ട് ഞങ്ങളിവിടെ ചായ കുടിക്കാനും കോഫി കുടിക്കാനൊക്കെ ഇറങ്ങിയിട്ടാണ്. എല്ലാവരും ഉണ്ട്. എല്ലാവരും അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫീനിക്സിലേക്ക്, നമ്മൾ VR-ലാണ് മൂവി കാണാൻ വേണ്ടി വന്നത്. ഇനി നമ്മൾ ഫീനിക്സിലേക്ക് പോകും ചുമ്മാ നടക്കാൻ അല്ലേ. ഹലോ എവറിബഡി, നമസ്കാരം. എൻ്റെ കയ്യിലൊരു ബാഗും കയ്യിലൊരു കൊച്ചും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് പിന്നെ അത് വ്ളോഗ് ചെയ്യാനുള്ള സാവകാശമൊന്നും കിട്ടിയില്ലല്ലോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. മൂവി കണ്ട് നമ്മൾ ചായ കുടിക്കാൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. എനിക്കത് ഭയങ്കര കാലുവേദന ഇപ്പോൾ വന്നതിന് ശേഷം ഞാൻ ഇട്ടുണ്ടോ ഷൂസ് എന്നറിയില്ല, അത് ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു. അഡ്ജസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷേ കുറേ നമ്മൾ മീൻസ് സിനിമേൻ്റെ ആ മോൾ മുഴുവൻ നടന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റോഡിൽ നടന്ന് ചായ കുടിക്കാൻ വേണ്ടി വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫീനിക്സിൽ കുറേ നടന്നു. അപ്പോൾ അങ്ങനെ വയ്യാണ്ട് അതിൻ്റെ കാല് വേദന എടുത്തിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്നിട്ട് അങ്ങനെ തന്നെ കിടന്നുപോയി. എനിക്ക് കാല് ഞാൻ പയ്യെ നിരങ്ങിയാൽ വന്നത്. അപ്പോൾ എല്ലാവരും കിടന്നു. ഞങ്ങളിനി കിടന്നാൽ മതി. പിഞ്ചേച്ചിയും സായൊക്കെ പോയി ഡ്രസ്സൊക്കെ മാറി അവർ പോയി കിടന്നു. അമ്മ കിടന്നു, ഉണ്ണിക്കുട്ടി കിടന്നു. ഞാനിങ്ങനെ മാറാൻ എനിക്ക് എണീക്കാൻ വയ്യാണ്ട് മടി കാരണം ഞാൻ ഇങ്ങനെ ഹോളിൽ തന്നെ കിടക്കുകയാണ്. പിന്നെ ഈ കാലം വെച്ച് ചവിട്ടി എണിച്ച് പോകണം എന്നൊരു വേദന എടുത്തിട്ട് വയ്യാന്നേ. അതാണ് സത്യം. ഞങ്ങൾ ഒരു കുറച്ച് 1-2 സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ്. ഇത് കണ്ടോ, ഇത് പാൻറ്റലോൺസിൽ ചുമ്മാ കറങ്ങാൻ വേണ്ടി ഇവിടെ ഏട്ടനും പിള്ളേരും കൂടി ഗെയിം സോണിൽ പോയപ്പോൾ ഞങ്ങൾ കയറിയപ്പോഴത്തേക്ക് ഈ ഫോണിൽ തൂക്കുന്ന സാധനം വാങ്ങിച്ചു. പിന്നെ മിനി സോണിൽ പോയിട്ട് 1-2 സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അത് ബാഗിലുണ്ട്. അങ്ങനെ 1-2 സാധനങ്ങൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറിയ സാധനങ്ങൾ കേട്ടോ ഞങ്ങൾ വന്നു. ഈ കട്ടക്കണം ടയോർഡ്. നാളെ പിന്നെ നമ്മൾ ജിമ്മിലൊന്നും പോകണില്ല. നാളെ സാറ്റർഡേ റെസ്റ്റ് ഡേ ആണ്. നോ ജിം നത്തിങ്. ഒരുത്താൻ വളർച്ചാലടിയനും അല്ലേ ഒന്നും പറയുന്നില്ല. മനസ്സിന്റെ സത്യം. പിന്നെ എന്താ, ഞാൻ എന്റെ വ്ളോഗ് മൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോകണില്ല. ഇനി മോക്ക് കഴുകണമെന്ന് ഓർക്കുമ്പോഴത്തേക്ക് അതാണ് അതിനേക്കാളും വലിയ തളർച്ച. ഞാൻ പറയും പോകാൻ നേരത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് മേക്കപ്പ്. ഭാര്യ സങ്കടം ഇതൊക്കെ മായച്ച് കളയുന്ന ഓർത്തിട്ട് എന്തായാലും നമുക്ക് അതൊക്കെ മായച്ച് കഴിഞ്ഞപ്പോഴേ ഇപ്പം എല്ലാ കെട്ടിങ്ങനെ ഡ്രസ്സൊക്കെ മാറണം. ഞാൻ കിടക്കാൻ വേണ്ടി പോവാം മക്കളെ. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. Good night. Bye. Video sharing, like and share and channel subscribe. Okay. Bye. Love you everybody.